നമസ്കാരം. രാജ്യത്ത് എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ മുങ്ങുന്നയാളാണ് നമ്മുടെ മോദിജി. പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ ബീഹാർ വോട്ടർ പട്ടിക വിഷയവും ഉപരാഷ്ട്രപതിയുടെ രാജിവെക്കലും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള വിശദീകരണവുമെല്ലാം ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷം പാർലമെന്റിൽ ബഹളം തുടങ്ങി. പ്രധാനമന്ത്രി ഈ വിഷയങ്ങളിൽ കൃത്യമായ മറുപടി തരണമെന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെടുമ്പോൾ ഞാനിതാ പോകുന്നേ എന്ന് പറഞ്ഞ് വിമാനം കയറി സ്ഥലം വിടുകയാണ് മോദി. UK, മാലിദ്വീപ് എല്ലാം ചുറ്റിക്കറങ്ങി ഇവിടുത്തെ വിവാദങ്ങളൊക്കെ ഒന്ന് അടങ്ങുമ്പോഴേക്കും തിരിച്ചെത്താം എന്നതാണ് പ്ലാൻ. എന്താണ് ബീഹാറിൽ സംഭവിക്കുന്നത്? ഒരു സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വോട്ടർമാർക്ക് ഇത്തവണ വോട്ട് ചെയ്യാനാവില്ല എന്ന അവസ്ഥ. അതത്ര നിസ്സാര കാര്യമല്ല. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഏകദേശം 74 ലക്ഷത്തോളം പേർ ഒഴിവാക്കപ്പെടാൻ പോകുന്നു. ഈ 74 ലക്ഷം പേരെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെടുന്നു. ഫോമുകൾ പൂരിപ്പിച്ചു നൽകാൻ 4 ദിവസം മാത്രം ശേഷിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIRന്റെ ഭാഗമായുള്ള ഈ നടപടി എന്നതാണ് വിരോധാഭാസം. എന്താണ് SIR? വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിശോധന അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR ഇപ്പോൾ ബീഹാറിൽ നടന്നു വരികയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി പറയുന്നതാണ്. വോട്ടർമാരെ തിരിച്ചറിയാൻ ആധാർ കാർഡ്, തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ് എന്നിവ ഉപയോഗിക്കാമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ ഇവ മൂന്നും പറ്റില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിശോധനാ പ്രക്രിയയിൽ ആധാർ, വോട്ടർ ID, റേഷൻ കാർഡ് എന്നിവ സ്വീകാര്യമായ രേഖകളായി പരിഗണിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ അറിയിച്ചു കഴിഞ്ഞു. ഇതിന് സ്വതന്ത്രമായ പരിശോധന ആവശ്യമാണെന്നും കമ്മീഷൻ അവകാശപ്പെടുന്നു. ആധാർ കൊണ്ട് എന്തു ഗുണം? സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കൗണ്ടർ അഫിഡവിറ്റിൽ വോട്ടർ ID കാർഡ് മുൻ വോട്ടർ പട്ടികയുടെ ഉപോൽപ്പന്നമാണെന്നും അതിനാൽ പുതിയ പരിശോധനയ്ക്ക് പകരമാകില്ലെന്നും കമ്മീഷൻ വാദിക്കുന്നു. ആധാർ പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല, മറിച്ച് വ്യക്തിത്വം തിരിച്ചറിയാനുള്ള ഒരു മാർഗം മാത്രമാണ്. ആധാർ ആക്ടിന്റെ സെക്ഷൻ 9 പ്രകാരം ഇത് പൗരത്വം സ്ഥാപിക്കുന്നില്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. റേഷൻ കാർഡുകളെ കുറിച്ച് വ്യാജ കാർഡുകളുടെ വ്യാപകമായ സാന്നിധ്യം കാരണം അവയെ ഒഴിവാക്കിയതായും കമ്മീഷൻ വിശദീകരിച്ചു. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യമെന്ത്? SIR പ്രക്രിയ ഭരണഘടനാപരമായും നിയമപരമായും ശരിയാണെന്നും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുന്നത് ഒരാളുടെ പൗരത്വത്തെ ബാധിക്കില്ലെന്നുമാണ് കമ്മീഷന്റെ നിലപാട്. ബീഹാറിലെ 11 പ്രതിപക്ഷ പാർട്ടികളും NGOകളും ഉൾപ്പെടെ സമർപ്പിച്ച ഹർജികൾക്ക് മറുപടിയായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് വ്യക്തമാക്കിയത്. SIR റദ്ദാക്കണമെന്നും കഴിഞ്ഞ ഡിസംബറിൽ പുതുക്കിയ വോട്ടർ പട്ടിക ഉപയോഗിച്ച് വരാനിരിക്കുന്ന നവംബർ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു. 2003 വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് ആ പട്ടികയിൽ നിന്നുള്ള ഒരു എക്സ്ട്രാക്ട് മാത്രം നൽകിയാൽ മതി. എന്നാൽ 2003 ശേഷം രജിസ്റ്റർ ചെയ്തവർക്ക് 11 രേഖകളിൽ ഒന്നോ അതിലധികമോ ജനനത്തീയതിയോ സ്ഥലമോ തെളിയിക്കുന്നതിനായി സമർപ്പിക്കണം. ഈ പ്രക്രിയ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായ വോട്ടർ പട്ടിക ഉറപ്പാക്കാൻ ആവശ്യമാണെന്ന് കമ്മീഷൻ അവകാശപ്പെടുന്നു. എന്തുകൊണ്ട് സാധിക്കില്ല? ബീഹാർ പോലെ സാധാരണക്കാരും പുറത്തുപോയി ജോലി ചെയ്യുന്ന ആളുകളുമുള്ള സംസ്ഥാനത്ത് വോട്ട് ചെയ്യാൻ യോഗ്യത തെളിയിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതിനനുസരിച്ചുള്ള രേഖകൾ സമർപ്പിക്കുക ഏറെ ശ്രമകരമാണ്. ആധാർ പൗരത്വം തെളിയിക്കുന്ന ഒരു രേഖയല്ലെന്നും വോട്ടർ IDയും റേഷൻ കാർഡും പരിഗണിക്കാൻ പറ്റില്ലെന്നും കമ്മീഷൻ പറഞ്ഞതോടെ വോട്ടർ ID സാധാരണക്കാരന്റെ കയ്യിലുള്ള ഒരു രേഖകളും യോഗ്യത തെളിയിക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ചുരുക്കം. ബീഹാർ പോലെ സാക്ഷരതയിൽ വളരെ പിന്നോക്കമുള്ള ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതിനനുസരിച്ച് ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, വനാവകാശ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങി സാധാരണക്കാർ
നിത്യജീവിതത്തിൽ ഉപയോഗിക്കാത്ത 11 രേഖകളാണ് യോഗ്യത തെളിയിക്കുന്നതിന് സമർപ്പിക്കേണ്ടത്. പരമാവധി ഒഴിവാക്കുക. ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നീക്കമാണ് BJP സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പൗരന്റെയും വോട്ടവകാശം സംരക്ഷിക്കുക എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും കാലം കൽപ്പിച്ചു പോന്നിരുന്ന രീതി. എന്നാൽ ഇപ്പോൾ എങ്ങനെയെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് വരുത്തി തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്നത് പൗരന്റെ ബാധ്യതയാക്കി മാറ്റിയിരിക്കുന്നു. ചുരുക്കത്തിൽ പരമാവധി ആളുകളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയല്ല, ഒഴിവാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടികളിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് എങ്ങനെ സംശയിക്കാതിരിക്കും? BJPയുടെ കളികൾ. ചുരുക്കത്തിൽ ബീഹാറിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയെയും വിജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് BJPക്ക് ഉള്ളതെന്ന് സംശയിച്ചാൽ തെറ്റില്ല. അതിനുള്ള എല്ലാ ശ്രമവും അവർ ആരംഭിച്ചു എന്നതിന് തെളിവാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ വോട്ടർ പത്രികയിലെ സമഗ്ര പരിഷ്കരണം. BJPക്ക് വോട്ട് ചെയ്യുന്നവരെ മാത്രം നിലനിർത്തി അല്ലാത്തവർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന വോട്ടവകാശം നിഷേധിക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുകയാണോ? ഭരണപരാജയം ചർച്ചയാകരുതെന്ന ഒറ്റ കാരണത്താൽ ബീഹാറിന്റെ നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇതിന് സമ്മതം മൂളി എന്ന് വേണം കരുതാൻ. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ സമയത്തും ഭരണപരാജയം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് അവസരം ലഭിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, 4 കോടിയോളം വരുന്ന ബീഹാറിലെ സാധാരണക്കാരുടെ വോട്ടവകാശം ഇതോടെ ഇല്ലാതാകും. ഈ ഭരണഘടനാ നിഷേധത്തിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശബ്ദമുയർത്തി കഴിഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പാർലമെന്റിൽ വർഷകാല സമ്മേളനം ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 2 ദിവസവും ബീഹാർ വിഷയം ഉയർത്തി പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഒരു പൗരന്റെയും വോട്ടവകാശത്തിനുമേൽ വെട്ടുവീഴ്ത്താനുള്ള BJPയുടെ ശ്രമത്തിനെതിരെ പാർലമെന്റിന്റെ അകത്തും പുറത്തും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൂർണ്ണ പരാജയമാണിത്. ഭരണഘടനാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. ഇത് അസാധ്യമാണ്, തെറ്റായ ഡാറ്റയ്ക്ക് കാരണമാകും. ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അത്തരം അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ? അപ്പോൾ എന്തു ചെയ്യും? അവർ സമ്മർദ്ദത്താൽ വ്യാജ വിവരങ്ങൾ നൽകുന്നതിന് കാരണമാകില്ലേ? ഇതാണ് കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യം.